പെരുവഴിയിൽ പോയി നിൽക്കാൻ ഒരു നിമിഷം ശ്രീ ആന്റണി രാജു തയ്യാറായില്ല. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ വാഴൂർ എം എൽ എ ശ്രീ എൻ ജയരാജൻ അദ്ദേഹം കാണുകയാണ് മാധ്യമങ്ങളെ. അതിലേക്ക് പിളർപ്പോ അതിനൊന്നും അദ്ദേഹം തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ പക്വതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കേരള കോൺഗ്രസിന്റെ ഔദ്യോഗികമായി എടുത്തൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിന്നീട് പിൻവലിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി അപ്രായോഗികമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അല്ലാതെ ഞാൻ കേരള കോൺഗ്രസ് നേതൃത്വവും പിന്നെ UDF നേതൃത്വവും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ ഇടപെടുമെന്നൊക്കെ വാർത്തകളിൽ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിടപെട്ട് എന്തെങ്കിലും ഒരു അമിക്കബിളായുള്ള ഒരു ധാരണ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇവിടെ വന്ന് കോൺഗ്രസ് നേതൃത്വമായിട്ട് സംസാരിച്ചത്. പക്ഷേ നിലവിലുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് യഥാർത്ഥത്തില് അന്ന് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ മാണി സാറിനെ ചുമതലപ്പെടുത്തി മാണി സാറെ ആ മേഖലയിലുള്ള പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം വിളിച്ച് സംസാരിച്ച ആളുകളുടെ ഇവിടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം തീരുമാനമെടുത്തത്. ആ തീരുമാനം അംഗീകരിക്കുമെന്നുള്ളതായിരുന്നു അന്നത്തെ പാർലമെന്ററി പാർട്ടിയിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും എടുത്തൊരു തീരുമാനം. ആ ഒരു അധികാരം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ നമ്മളാരും ഇടപെട്ടില്ല. കാരണം അത് മാണി സാറിന് കൊടുത്ത ഒരു അധികാരമായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി അറിഞ്ഞ് പാർട്ടിയുടെ ഔദ്യോഗികമായ അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം എന്താ എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് തീരുമാനിച്ചത്. അല്ല, ഒരു സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത സംബന്ധിച്ച് നമ്മളെങ്ങനെ വളരെ മുൻകൂട്ടി പറയാൻ പറ്റുന്നത്? 4 വർഷം MLA ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിജയസാധ്യതയില്ലാതെ എങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയില്ല. ഏതായാലും UDFന്റെ ഒരു മേഖലയാണ്. UDF വർഷങ്ങളായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. ജോസ് കെ മാണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലമാണ്. ജോസ് കെ മാണി ജനപ്രതിനിധിയായിട്ട് അവിടെ പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നൊരു നിയോജക മണ്ഡലമാണ്. ഒത്തിരി ബാക്ക്ഗ്രൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഈ വിജയസാധ്യതയുടെ കണക്ക് ഏതടിസ്ഥാനത്തിലാണെന്നുള്ളവർ മനസ്സിലാകുന്നില്ല. അങ്ങനെ പറയുന്നതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. എല്ലാവരോടും ആലോചിച്ചാണ് ചെയ്തത്. ഏത് ഘട്ടത്തിലാണ് ജോസ് കെ മാണി ഒറ്റയ്ക്ക് ഇടപെട്ടത്? പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. പാർട്ടി ചെയർമാൻ കെ മാണി സാറല്ലേ? അദ്ദേഹവുമായിട്ട് ആലോചിച്ച് തന്നെയാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. അല്ല, അത് തീരുമാനിക്കേണ്ട പാർട്ടി ചെയർമാനാണ്. പാർട്ടിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടില്ല. പാർട്ടി ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വേദി പിന്നുണ്ടായിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥി പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളൊക്കെ പല വഴിയിൽ ഞങ്ങളുടേതായ വഴിയിലോട്ട് പോകും. അതെ, ചർച്ച നടക്കുന്നുണ്ടായിരിക്കാം. നമുക്കറിയില്ല, നമ്മുടെ അറിവിലില്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഇന്ന് സബ്ജക്ട് കമ്മിറ്റി ഉള്ളതുകൊണ്ട് വന്നതാണ്. നമുക്ക് അതിന്റെ ഇടയിൽ ഒന്നും പാർട്ടിയിൽ നിന്ന് ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ കൂടണമെന്നോ ഒരു നിർദ്ദേശവും തന്നിട്ടില്ല. ഒരിക്കലും ഉണ്ടാകുകയില്ല. കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഈ പിള്ളേരും വന്ന് പല പ്രാവശ്യം എല്ലാ മാധ്യമങ്ങളിലൊക്കെ വരുന്നതല്ലാതെ അതിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം വളരെ പക്വമായ നേതൃത്വമായി പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പിളർപ്പിന്റെ ഘട്ടത്തിലേക്കൊന്നും ഈ ഒരു സാഹചര്യത്തിൽ പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. മുതിർന്ന നേതാക്കൾ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെന്താണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ? കേരള കോൺഗ്രസ് എപ്പോഴും പല പ്രതിസന്ധിയിലൂടെ കടന്നുപോയ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് സ്വാഭാവികമായി വളരെ പക്വമായ നേതൃത്വമുണ്ട്. അതാ വിഷയം അവർ ചർച്ച ചെയ്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അതിനത്തെ കാര്യം. കാഞ്ഞിരപ്പള്ളി MLA